ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ്. അപ്പം ഇതാണ് എൻ്റെ ഉമ്മയുടെ വീട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഉപ്പ വെച്ചാൽ എൻ്റെ ഉമ്മച്ചിയുടെ ഉപ്പണ്ടത്. അപ്പം ഇനി ഉപ്പാനോട് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പം ബാക്കി ഇനി ഉപ്പ പറഞ്ഞുതരും. ഉപ്പ, ഇവിടെ വീട് താമസിച്ചിട്ട് എത്ര വർഷമായി? 4 വർഷം എന്നാണ് ഉപ്പ പറയണത്. പിന്നെ ഉപ്പാക്ക് 6 മക്കളാണ്. അതിലൊരു മൂത്ത മാമ പെട്ടെന്ന് മരിച്ചതാണ്. പിന്നെ പേരക്കുട്ടികളും ഇവിടെ ഉപ്പയും കുഞ്ഞുമാണ് ഇവിടെ താമസിക്കണത്. അപ്പം ഞങ്ങിങ്ങനെ ഇടക്ക് നിൽക്കാനൊക്കെ വരും. ഇങ്ങനൊന്നല്ല ഇവിടെ നിൽക്കൽ വെച്ചാൽ കുറേ ആൾക്കാരുണ്ടാവും. ഇത്തന്മാരുണ്ടാവും, ഇക്കന്മാരുണ്ടാവും. ഇപ്പം അവരൊക്കെ പുറത്താണ്. പേരക്കുട്ടികളും പിന്നെ എൻ്റെ ആങ്ങളായ സിനാനും അവനുമൊക്കെ പുറത്താണ്. അപ്പം കുറവാണ് ഇപ്പം ആൾക്കാർ ഇവിടെ സത്യത്തിൽ. അപ്പം ഞാൻ എൻ്റെ മാമാടെ വീട് കാണിച്ചു തരാം. ആയിരുന്നു ആ കുളം മൂടിയിട്ടാണ് വീട് ഇവിടെ വെച്ചത്. ആ കുളം നല്ല രസമായിരുന്നു. പണ്ട് ഞങ്ങൾ എല്ലാവരും കുട്ടിക്കാലത്ത് കുളിക്കലും അതൊരു ഓർമ്മയാണ് എല്ലാവർക്കും. നല്ല രസമായിരുന്നു ആ കാലൊക്കെ. ഇപ്പം ഞാനിങ്ങനെ നടക്കണ്ടാ മാമാടെ വീടിൻ്റെ അവിടെ നടക്കണ്. പിന്നെ ഞങ്ങളുടെ ഉപ്പാക്ക് എന്ന് വെച്ചാൽ പണ്ട് കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ, അത് പറയാൻ മറന്നു. ഇവിടെ അടുത്തായിരുന്നു കട, ഒരു കുഞ്ഞു കട ആയിരുന്നു. ഇപ്പം അതൊക്കെ വിറ്റു. ഉപ്പാക്ക് പ്രായമായപ്പോൾ ഞാനിങ്ങനെ നടക്കണ്ടാ മാമാടെ വീടിൻ്റെ അവിടെ നടക്കണ്. പിന്നെ ഞങ്ങളുടെ ഉപ്പാക്ക് എന്ന് വെച്ചാൽ പണ്ട് കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ, അത് പറയാൻ മറന്നു. ഇവിടെ അടുത്തായിരുന്നു കട, ഒരു കുഞ്ഞു കട ആയിരുന്നു. ഇപ്പം അതൊക്കെ വിറ്റു. അപ്പം ഞാനിങ്ങനെ നടക്കണ്ടാ. അപ്പം ആ കടനെ പറ്റി വെച്ചാൽ ഞങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ കടയിൽ പോയിട്ട് മിഠായൊക്കെ മേടിക്കും കുറേ. അപ്പോൾ ഉപ്പ അറിയൂലായിരുന്നു. ഞങ്ങൾ മിഠായൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഉപ്പണം കുറേയൊക്കെ കാശ് കൊടുക്കുക. ഉപ്പാടനെ കുറേ ചീത്തയും കേട്ടിട്ടുണ്ട്. അതൊക്കെ രസമുള്ള ഇതായിരുന്നു. അപ്പം ഞാൻ ഇനി അടുത്തത് എൻ്റെ മാമാടെ വീട് കാണിച്ചു തരട്ടെ എനിക്ക്. ഇത് മാമാടെ വീടുണ്ടാ. ഞാൻ ഗേറ്റ് തുറന്നിങ്ങനെ ഗേറ്റ് അടക്കട്ടെ. അപ്പം ഇതാണ് എൻ്റെ മാമാടെ വീട് കേട്ടാ. ഇത് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസം കേട്ടാ. ഇതായിരുന്നു തറവാട്. ഇവിടെ ആയിരുന്നു തറവാട് ഉണ്ടായിരുന്നത്. അപ്പം അത് പൊളിച്ച് എന്നിട്ടിപ്പം മാമ ഇവിടെ വീട് വെച്ച്. പിന്നെ ഇവരെല്ലാവരും ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ ഇവർ. ഇവിടുത്തെ മരുമോളും ആൻറ്റിയും. മാമ അവിടണം, മാമയും പിന്നെ മോളും ഉണ്ട് കേട്ടാ മാമാക്ക്. അപ്പം അവൾക്ക് ജോലിയൊക്കെ ഉണ്ടേ ഗൾഫിൽ. അപ്പം അവിടെ ആണ്. അപ്പം അവർ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ശരിക്കും അവരെനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അലീനെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ. ഇവിടെ കുറേ ചെടികളുണ്ടായിരുന്നിട്ട് പണ്ട് മാമാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടികളൊക്കെ. അതിപ്പോൾ ഇല്ല, ഇപ്പൊക്കെ പോയി. ഇങ്ങനെ ഗൾഫിലൊക്കെ കാരണം പിന്നെ ആരും നോക്കാനില്ലല്ലോ. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ വരും കേട്ടാ. ഇവിടെ എന്ന് വെച്ചാലേ ഈ ഷീറ്റൊക്കെ ഇട്ട് വെച്ചാൽ പുല്ല് വരാണ്ടിരിക്കുകയാണ് ഷീറ്റൊക്കെ ഇട്ടേക്കണത്. ഇവിടെ എല്ലായിടത്തും ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടാ കുഞ്ഞുമ്മയുടെ കുറേ ചെടികളുണ്ടായിരുന്നു. കുഞ്ഞുമ്മക്ക് കുറേ വയ്യാണ്ടൊക്കെ ആയപ്പോൾ ഇപ്പം ചെടികളൊന്നും ഇല്ല. അപ്പം ഞാൻ എൻ്റെ ഉമ്മയുടെ വീടിൻ്റെ ഹോം ടൂറിൻ്റെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സിറ്റ് ഔട്ട്, ഇവിടെ ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം. ഇപ്പം ഫാനൊക്കെ ഉണ്ടല്ലോ ഉണ്ടാ. അപ്പം ഇവിടെ കാറ്റും കൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വർത്താനം പറയാൻ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ നല്ല രസമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹാള്. പിന്നെ ഇവിടെ കുഞ്ഞുമ്മയുടെ ചെടിയുണ്ട് കേട്ടോ ഇവിടെ വേണ്ട. ഇവിടെ ഇങ്ങനെ സോഫയും ഗസ്റ്റുകളൊക്കെ വന്നിരിക്കുമല്ലോ.
ആ ഒരു ഭാഗം. പിന്നെ അത് ഉപ്പാടെ റൂം ഇട്ടാ, ഉപ്പാടെ കുഞ്ഞുമ്മാടെ റൂം. പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്, കോമൺ ബാത്റൂം. പിന്നെ വേറെ റൂം ഇവിടെ വരുമ്പോൾ, ഇവിടെ ഉമ്മച്ചതും ഒക്കെ വരുമ്പോൾ, മൂത്തുമാന്മാരൊക്കെ വരുമ്പോൾ ഇവിടെ നിൽക്കുക എടുക്കുക എല്ലാവരും. പിന്നെ ഇത് കിച്ചണ് ഉണ്ടോ, ഇവിടെയൊക്കെയാണ് മറ്റേ ഇതൊക്കെ ഇപ്പോൾ മുളക് പൊടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ വെക്കുക ഉണ്ടോ. പിന്നെ ഒരു സ്റ്റോർ റൂം. പിന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ, അത് ഞാൻ കാണിക്കണില്ല. അപ്പം ഇതാണ് എൻ്റെ ഉമ്മച്ചിയുടെ ഹോം ടൂർ കേട്ടാ. അപ്പം ഇനി ഇവിടെ ഞങ്ങൾ ഇന്ന് 3-ാമത്തെ ദിവസമായി ഇവിടെ നിൽക്കണത്. ഞാൻ ഇവിടെ മറ്റൊരു ഉമ്മച്ചിയും മൂത്തുമ്മമാരൊക്കെ പോയിക്കണ്, ഒരു കടയ്ക്ക് പോയിക്കണം കേട്ടോ, എന്തോ സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പം കുറച്ച് കഴിഞ്ഞാൽ അളിയൻ വരും വിളിക്കാൻ. അപ്പം നിന്ന് പോകുമ്പോൾ നമുക്കൊരു ആർക്കാലൊരു വിഷമമാണല്ലോ, 2 ദിവസം ഇവിടെ നിന്നിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴൊരു വിഷമമാണല്ലോ എല്ലാവർക്കും. അങ്ങനെ അപ്പം ഇനി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇനി വലിയ പെരുന്നാളിനാണ് കൂടാ ഞങ്ങൾ. അപ്പം ആ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ വരട്ടെ. അപ്പം ഇവിടുത്തെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഞങ്ങളെ വലിയ പെരുന്നാളെന്നൊക്കെ. അപ്പം ഇനിയിപ്പോൾ അളിയൻ വരും. അപ്പം അത് ഇനിയിപ്പോൾ കുളിക്കാൻ പോകണം കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ വേറെ കാണിച്ചു തരട്ടെ. പറ്റിയെങ്കിൽ ഞാൻ ഉപ്പാടെ പണ്ടത്തെ കട ഞാൻ പറ്റിയെങ്കിൽ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ എനിക്കറിയില്ല, അവരോടൊക്കെ ചോദിക്കണമല്ലോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ കുളിച്ചിട്ട് വരട്ടാ. അപ്പം ഞങ്ങൾ എല്ലാവരും പോവണ്ടാ. ഇതേ ഉപ്പാടെ അടുത്ത് ഞങ്ങൾ പോവണേ. അപ്പൊ ഉപ്പ ഞങ്ങൾ പോയിട്ട് വരട്ടാ. അപ്പം എല്ലാവരും ദേ പോവണ്ടേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഉപ്പാടെ കട അതുണ്ടാ, ഇങ്ങനെ അല്ലായിരുന്നു, അതൊരു കുഞ്ഞിക്കട ആയിരുന്നു. ഇപ്പം വേറെ ആൾക്കാരെടുത്ത് അപ്പം ഇത് ഉള്ളിലേക്ക് നല്ല വലുപ്പമുണ്ട് കേട്ടാ. ചെറിയൊരു കട ആയിരുന്നു ഇപ്പോൾ ഉള്ളപ്പോൾ. ഇപ്പം ഇവരെടുത്തപ്പോൾ വലുതായി. ഇപ്പല്ലേ ഇക്ക വലുതാക്കിയത് ഇത്, ഇപ്പല്ലേ ഇതൊക്കെ വലുതാക്കിയ. ഇപ്പം ഇക്ക കട നടത്തിയപ്പോഴാണ് ഇത് വലുതാക്കിയെന്ന് ഇക്ക പറയുന്നത്. ഇപ്പം ഇക്ക കുറേ വർഷങ്ങളായപ്പോ കുറേ എന്ത് അതേട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വീണ്ടും വരുന്നത് ആയിരിക്കും കേട്ടോ.